എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ കീം എക്സാമിനും ND എക്സാമിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ട്രിക്കാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സ്ഥിരമായിട്ട് മെട്രിക്സിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇതേപോലെ ഒരു മെട്രിക്സ് തരും, എന്നിട്ട് ഇതേപോലെ ഒരു ഇക്വേഷനും തരും. a² - ka - 5y = 0 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷനും തരും. എന്നിട്ട് k കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറയുക. ഓക്കെ, അപ്പം നമ്മൾ സാധാരണഗതി ചെയ്യുമ്പോൾ എയുടെ a² കണ്ടുപിടിക്കണം. a × a വെച്ചോണ്ട് a² കണ്ടുപിടിക്കണം. a² - k × a - 5 × i = 0 എന്നൊക്കെ ഇക്വേറ്റ് ചെയ്ത് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഒരുപാട് നേരം സിംപ്ലിഫൈ ചെയ്തൊക്കെ കിട്ടുന്ന ഒരു ഉത്തരവാണ് k. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കെയുടെ വില എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രിൻസിപ്പൽ ഡയഗണൽ കൂട്ടുന്നതായിരിക്കും. 4 + 1 5 ആയിരിക്കും. ഇതിൻ്റെ പിന്നിലുള്ള ഒരു തിയറി ഇതാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ വെരിഫൈ നോക്കേണ്ടി വരും. അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. കെയ്ലി ഹാമിൽട്ടൺ തിയറം എന്ന് പറഞ്ഞൊരു തിയറം ഉണ്ട്. തിയറം എങ്ങനെയാണ് പറയുന്നത്? എ എന്നുള്ളതൊരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ a² - trace of a into a plus determinant of a into i = 0 ആയിരിക്കും. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. 2/2ന്റെ കേസിൽ കേട്ടോ, a ഒരു 2/2 സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ a² - trace of a into a plus determinant of a into i = 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കെയുടെ സ്ഥാനത്ത് കിടക്കുന്ന ആളാണ് ട്രേസ്. ട്രേസ് എന്ന് പറഞ്ഞ സം ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽ ആണ് അല്ലേ? ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽ. പ്രിൻസിപ്പൽ ഡയഗണൽ കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ട്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽ ആണ്. വേണ്ട 4 1 കൂട്ടി 5 കിട്ടത്തില്ലേ? അതാണ് ട്രേസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഡയഗണൽ കൂട്ടുന്നതാണ് ട്രേസ്. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ എന്താണെന്ന് അടുത്ത് നോക്കുന്നത്. ഡിറ്റർമിനന്റ് ഓഫ് എയുടെ സ്ഥാനത്ത് ഇവിടെ -5 ആണ് അല്ലേ? അത് ഇത് ഡിറ്റർമിനന്റ് -5 ആണോ നോക്കിക്കേ. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് 4 - 9 അല്ലെ? 4 - 9 = -5. അത് ശരിയാണ്. ഇപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എയുടെ സ്ഥാനത്ത് -5, ഇവിടെ -5. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ഫോം പ്രകാരം എയുടെ കൂടെ നിൽക്കുന്ന ആള് എന്തായിരിക്കും? ട്രേസ് ഓഫ് എ ആയിരിക്കും. അപ്പൊ കെ ആണ് എന്തെന്ന് പറയുന്നത്? k = ട്രേസ് ഓഫ് എ എന്ന് എഴുതാൻ പറ്റും. ട്രേസ് എന്ന് പറഞ്ഞാൽ 4 1 കൂട്ടി 5. 1 സെക്കൻഡിൽ ആൻസർ കിട്ടും. ഓക്കെ, 1 സെക്കൻഡിൽ ആൻസർ കിട്ടും. പക്ഷെ അത് ഈ സ്റ്റാൻഡേർഡ് രൂപത്തിലാണെന്നുള്ളത് കൺഫേം ചെയ്യണം. ഇതിൽ മാത്രമേ സാധാരണ കീം എക്സാമിനൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാറുള്ളൂ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. 1 സെക്കൻഡിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സഹായിക്കും. ഇതേപോലെയുള്ള ഉപകാരപ്രദമായ ട്രിക്സും ടിപ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. until then, ടാറ്റ, ബൈ ബൈ, സീ യു.